Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു പകൽക്കാലം കൂടെ കടന്നു വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ വേർപാടിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെട്ട കുടുംബത്തെ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായിരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി തരുന്നത് അവൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ. ഹല്ലേലൂയ. ദൈവദാസനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്കൊരു ഫുൾ ലൈഫ്, ഒരു ലോങ് ലൈഫിനെക്കാട്ടിലും ഒരു ഫുൾ ലൈഫ് കിട്ടുവാൻ, 50-ൽ പരം വർഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകരെ കർത്താവിലേക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഭാഗ്യത്തെ ഓർത്തപ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വീണ്ടും ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാമം അവന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കേട്ട വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷിക വാക്കുകളല്ല കർത്താവേ, ഞങ്ങളുടെ മാനുഷിക വാക്കുകളുള്ള ബലഹീനതകളെ അവിടുന്ന് മാറ്റിയിട്ട് കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ഞങ്ങളുടെ വാക്കുകൾ പോരാ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് കർത്താവേ അവിടുന്ന് തന്നെ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. അന്വേഷിക്കുക, ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. മാർട്ടിൻ ലൂതർ, നമുക്കറിയാം റിഫോർമേഷൻ്റെ പിതാവായ മാർട്ടിൻ ലൂതർ തൻ്റെ ശിഷ്യന്മാരെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ലോർഡ്സ് പ്രെയർ, ആ പ്രാർത്ഥന, അതിൻ്റെ ഓരോ വാക്കുകളും നിങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കുതിരവണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാവരും പ്രാർത്ഥിച്ചു. അവസാനം അവർ വന്ന് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥനയല്ല ചിന്ത, ഞങ്ങളുടെ മനസ്സിൽ മുഴുവൻ കുതിരവണ്ടിയായിരുന്നു. നമ്മുടെ ചിന്തകൾ, ഹല്ലേലൂയ, നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല നിലയിൽ പോകുവാൻ തക്കവണ്ണം സാധ്യതയുള്ളതാണ് നമ്മുടെ ചിന്തകൾ. ഹല്ലേലൂയ. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് ചിന്തിക്കുവാനും റീസൺ ചെയ്യുവാനും കഴിയുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ അതിൻ്റെ അവസാനം നാം കിടക്കയിലേക്ക് കിടക്കുമ്പോൾ ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കണം, എത്രമാത്രം ഉയരത്തിലുള്ളത് ഞാൻ ഇന്ന് പകൽക്കാലം അന്വേഷിച്ചു, എത്രമാത്രം ഉയരത്തിലുള്ളത് എനിക്കിന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകത്തിലെ ഇന്നത്തെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ലോകം ജീവിക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഒരു വലിയ കയറ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കുനിച്ച് നമ്മുടെ ജീവിത ഭാരങ്ങൾ ഉയരത്തിലോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം നാം ഭാരത്താൽ വലയുന്ന ഒരു സാഹചര്യമാണെന്ന് ലോകത്തിലുള്ളത്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകണം, ജോലി ചെന്ന് കഴിയുമ്പോൾ ജോലിയുടെ ടെൻഷൻ, പിന്നെ കുഞ്ഞുങ്ങളുടെ ടെൻഷൻ, കുഞ്ഞുങ്ങളുടെ ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ടെൻഷൻ, ഓരോ ടെൻഷൻ, പലവിധമായ ടെൻഷൻ നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഹല്ലേലൂയ. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസകരമായൊരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നാളത്തേക്ക് എന്തായി തീരുമെന്ന് നാം പ്രയാസപ്പെടും. കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുത്തും, പക്ഷേ നാളെക്കുറിച്ച് നമ്മൾ കരുതലുള്ളവരായിരിക്കണം, അല്ലേ? നാളെ ഞാൻ എന്ത് തിന്നുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നാളെ എന്ത് തിന്നുമെന്ന്, ഇപ്പം ദോശ നാളെ ചില്ലണമെങ്കിൽ ഇന്ന് ചിന്തിക്കണ്ടേ? അപ്പം നാളെ ഞാൻ എന്തോ തിന്നും എന്ന് ചിന്തിക്കാൻ പാടില്ല, പക്ഷേ നാളെ എന്ത് തിന്നണമെന്ന് ഇന്ന് ചിന്തിക്കണം. ദോശ തിന്നണമെങ്കിൽ ഇന്ന് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാളെക്കുറിച്ചുള്ള ചിന്താഭാരം കടന്നു വന്നിട്ട് എനിക്ക് നാളെ രോഗം വരുമോ, എനിക്ക് നാളെ പ്രയാസം, എൻ്റെ ജോലി പോകുമോ, അങ്ങനെ പലവിധമായ പ്രയാസങ്ങളിൽ നാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ ജനങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ കാര്യം പറയണ്ട, അത് പോട്ടെ.
ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളുടെ കാര്യം നമുക്കിവിടെ സംസാരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ നാം ഒരു വാക്യം നാം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇഹലോകത്തിൻ്റെ ചിന്തകൾ, പ്രൈസ് ദി ലോർഡ്, മുള്ളിനിരയിൽ വീണ വിത്തിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഈ ലോകത്തിലെ ചിന്തകളാൽ പലപ്പോഴും ഞാൻ എന്തു ചെയ്യും, എനിക്ക് എങ്ങനെ ഈ ലോകം വെട്ടിപ്പിടിക്കുവാൻ കഴിയും, എനിക്ക് എങ്ങനെ ഒരു മില്യനർ ആകുവാൻ കഴിയും, എനിക്കെങ്ങനെ ഇന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ സാധ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ചിന്താഭാരത്താൽ പലപ്പോഴും ഇന്ന് ജനങ്ങൾ ഹല്ലേലൂയ അവരിലുള്ള വചനം നിഷ്ഫലമായി പോവുകയാണ്. ആ ഫലങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഇന്ന് കഴിയുന്നില്ല. ദൈവമക്കളുടെ ഇടയിലേക്ക് നാം ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം AGയുടെ സ്ഥാപനം അടുത്ത വർഷമാകുമ്പോൾ 100 വർഷം തികയാണ്. എന്നാൽ ഹല്ലേലൂയ അത് തുടങ്ങിയപ്പോൾ 1914 തുടങ്ങിയപ്പോൾ വെറും 300 പേര് കൊണ്ട് തുടങ്ങിയത് ഇന്ന് 6 മില്യൺ ജനങ്ങളോളം ആയിത്തീരുവാനിടയായി തീർന്നു. എന്താണ് അതിൻ്റെ കാരണം? അവർ കേട്ട വചനം അവരിൽ ഫലം പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള ഉപാധിയും ദൈവം പറഞ്ഞിട്ടുണ്ട്. നാം കൊലോസ് ലേഖനം വായിച്ചതിൻ്റെ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. മതി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമ്മാ അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ആദ്യം നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പിൽ നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. ഹല്ലേലൂയ. മരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഹല്ലേലൂയ ഉയർപ്പുള്ളൂ. ഉയർപ്പുള്ളവന് മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്ക് വിശ്വാസമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നാം പാപികളായിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്തയിൽ നാം ഇങ്ങനെ ആടി ഉലഞ്ഞ സമയത്ത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചു. ഹല്ലേലൂയ. ഇനിയും എൻ്റെ കാര്യം, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവരെന്നുള്ള ഉറപ്പ് പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 2:20 വായിച്ചാട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3 സഹോദരിമാരുടെ ഒരു കഥ ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. അവർ യങ് ടീനേജേഴ്സ് ആയിരുന്നു. അവർ ഭയങ്കര വൈൽഡ് പാർട്ടിയും ഗേൾസ് ആയിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. അവർ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷം അവർക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് പിന്നെയും കിട്ടി. ഞങ്ങൾ ഇതുപോലൊരു പാർട്ടി നടത്തുന്നുണ്ട്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് RSVP അയക്കണം. അപ്പം അവരതിന് RSVP അയച്ചു. വി റീസെൻ്റ്ലി ഡൈഡ്. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. ഇനി ഞങ്ങൾക്ക് അതിനകത്ത് വരുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം എല്ലാവരും പാപത്തിൽ മരിച്ചവരാണ്. ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളുടെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങൾ മരിക്കാനുണ്ടോ എന്ന് നാം ഓരോ ദിവസവും ചിന്തിച്ചു കൊണ്ടിരിക്കണം. അതെങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ. ഹല്ലേലൂയ. ദൈവികമായ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ, കർത്താവിനോട് അടുത്ത് വസിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത പാപങ്ങൾ നമുക്ക് ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. അതിൽ മരിക്കുവാൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവർക്ക് മാത്രമേ ഉയരത്തുള്ളത് ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം, സദൃശവാക്യം. അതിനു മുമ്പ് സങ്കീർത്തനം 14:2 വായിച്ചിട്ട് സദൃശവാക്യം 15:24 വായിക്കാം. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. സദൃശവാക്യം 15:24. Praise you, Jesus. ആമേൻ. ഹല്ലേലൂയ.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അനേക ബുദ്ധിമാന്മാരുണ്ട്. അവർ പറയുന്ന ദൈവത്തെ അന്വേഷിക്കേണ്ട, ദൈവം ഇല്ലാന്ന് തന്നെ അങ്ങ് പറയുക. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ലോകം മുഴുവൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനെ ദൈവം നോക്കുകയാണ്. ആ ബുദ്ധിമാൻ്റെ അവസ്ഥ ദൈവം പറയുന്നത് എന്തുവാ? അവൻ്റെ യാത്ര മേലോട്ട്. ഹല്ലേലൂയ. ദൈവം ഓരോ ദിവസം കഴിയും തോറും ഉയരത്തിലേത് അവന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. മനുഷ്യ മനസ്സുകൾ ഗുപ്തമായിരിക്കുന്നത്, ഹല്ലേലൂയ, മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് അവന് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, മുന്നോട്ട് നാം കടന്നു പോകുമ്പോൾ നാം അറിയുന്നു നാം എന്തുവാ ചിന്തിക്കേണ്ടത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇടമായ, അല്ലേ, വലതുഭാഗത്തിരിക്കുന്ന ഇടമായ, എന്തുവാണ് വലതുഭാഗത്തിരിക്കുന്നത്? എന്തൊക്കെയുണ്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത്? എന്തുവാ നമ്മൾ ചിന്തിക്കുന്നത്? എന്തുവാ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ കൊച്ചു പിള്ളേർ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ അമ്മയെ കാത്തോണേ, അപ്പയെ കാത്തോണേ, അപ്പച്ചയെ കാത്തോണേ, അമ്മച്ചയെ കാത്തോണേ. ഇച്ചിരി വലുതാകുമ്പോൾ ഇച്ചിരിയുടെ എക്സ്റ്റൻഡഡ് ഫാമിലി എല്ലാം പറയും. നമ്മൾ വലുതായി കഴിയുമ്പോൾ ചർച്ചിന് എല്ലാവരുടെയും പേര് പറയും, ആമീൻ. പിന്നെ ചിലർ പറയും, എങ്ങനെയാ ഞാൻ ഉപവാസത്തിലാണ്, ഞാൻ 2 ദിവസം ഉപവാസം ഇരിക്കുക, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിതാ, ഞാൻ പ്രാർത്ഥിക്കാം. കാര്യം നമുക്ക് ആ ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോകുവാൻ പലപ്പോഴും കഴിയുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും പൗലോസ് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും എഫേസ് ലേഖനത്തിൽ നാം വായിക്കുന്നു, കൊലോസിനെ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നു, ഓരോ ലേഖനത്തിലും പൗലോസിൻ്റെ ഒരു പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനെ നിങ്ങൾ അറിയുക. അതെന്തുവാ അതിൻ്റെ ആഴം? പലപ്പോഴും നമ്മുടെ മനസ്സുകൾക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം നമ്മളെ ആത്മാവിൽ കൊണ്ടുപോകുവാൻ, ആ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ ദൈവവും ഞാനും മാത്രം. ഹല്ലേലൂയ. പ്രാകാരത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നിൽക്കുവാനല്ല, വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നിൽക്കുവാനല്ല, എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ വേറെ ആരുമില്ല, നീയും ദൈവവും മാത്രമുള്ള ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും യേശു മാത്രമുള്ള അനുഭവമുണ്ടോ? എൻ്റെ പ്രാണപ്രിയനുമായിട്ട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യുവാൻ തക്കണം. ഒരുമിച്ച് ഫാമിലി പ്രയറിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നീയും ദൈവവും മാത്രമുള്ളൊരു ക്വയറ്റ് ടൈം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുവാൻ പ്രയാസകരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വലതുഭാഗത്ത് എന്താണുള്ളത്? സ്തോത്രം. 1 സങ്കീർത്തനം 16:11 വായിച്ചാട്ടെ. ആ 16:11. ഹല്ലേലൂയ. നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മനുഷ്യന് സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. അതെങ്ങനെയും പ്രാപിക്കാൻ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും കുറയാത്ത, ഹല്ലേലൂയ, സമാധാനം കുറയാത്ത, പ്രമോദം കുറയാത്ത, സന്തോഷത്തിൻ്റെ പരിപൂർണത കുറയാത്ത ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വലതുഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ, ദാവീദ് പറയുകയാണ്, തൻ്റെ അരമനയല്ല വലുത്, ഹല്ലേലൂയ, തനിക്ക് തൻ്റെ പദവിയല്ല വലുത്, കർത്താവേ നിന്റെ മനോഹരത്വം ഒന്ന് കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മുടെ ഉള്ളിൽ കർത്താവായ യേശുവേ, നിന്നെ എനിക്കൊന്ന് കാണണം. ഓരോ ദിവസവും നീയുമായിട്ട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യണം. നിന്റെ ഹല്ലേലൂയ സ്നേഹം എനിക്ക് മനസ്സിലാക്കണം. നിന്നുള്ള ആനന്ദം എനിക്ക് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. താനിങ്ങനെ ട്രെയിനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തപ്പോൾ താൻ ആത്മാവിൽ സന്തോഷിക്കുവാൻ തുടങ്ങി. സന്തോഷിച്ച് താനിങ്ങനെ ആത്മാവിൽ സന്തോഷിച്ച് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചപ്പോൾ അടുത്തുള്ള ആളൊക്കെ നോക്കിയിട്ട് പറയും, എന്താ പറ്റിയത്? അതിന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ പുള്ളി അറിഞ്ഞു, സോറി കേട്ടോ, ഞാൻ സ്വർഗത്തിലെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ അങ്ങ് ചിരിച്ചു പോയതാ. അത് കഴിഞ്ഞ് പുള്ളി വീട്ടിലൊക്കെ ചെന്ന് പിള്ളേരോടൊക്കെ ദേഷ്യപ്പെടുമ്പം പിള്ളേർ ചോദിക്കും, പപ്പ ഇപ്പോൾ സ്വർഗത്തിലൊന്നും അല്ലേ? ഇപ്പോഴും സ്വർഗത്തിലാണോ? അപ്പം പറഞ്ഞത് അബദ്ധമായി പോയാലായി പുള്ളിക്ക്. എന്നാൽ പുള്ളി പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം, സ്വർഗീയമായ സന്തോഷം, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട്, ഹല്ലേലൂയ, ആ സന്തോഷം അനുഭവിപ്പാൻ, ആ പ്രമോദം അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് പറ്റുന്നുണ്ടോ?
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സന്നിധിയിലിരുന്ന് ആനന്ദിക്കുവാൻ കഴിയുന്നുണ്ടോ? സമയങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ചില സമയങ്ങൾ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വാക്കുകൾ നമുക്ക് കിട്ടത്തില്ല, എന്നാൽ അവനുള്ള സന്തോഷത്താൽ നിറയുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മളെ സഹായിക്കുവാൻ കഴിയത്തില്ല, അപരിമിതമാണ്. എന്നാൽ അതിനപ്പുറത്ത്, ഹല്ലേലൂയ, അവൻ്റെ സന്നിധിയിൽ നിന്ന് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. Praise you Jesus. Hallelujah. രണ്ടാമതായി, ഹല്ലേലൂയ, റോമാലേഖനം 8:34 എന്ന് വായിച്ചാട്ടെ. Praise the Lord. Hallelujah. Thank you Jesus. ശിക്ഷ 8:34. ശിക്ഷ വിധിക്കുന്നവൻ ക്രിസ്തു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഒരു ഇൻ്റർസെഷൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ, ഹല്ലേലൂയ, നാം അറിയാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കറകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ കളങ്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ് നമുക്ക് വേണ്ടി ഒരു പക്ഷപാതം വലതു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട്, യേശു കർത്താവ് ദൈവത്തോട് പറയാണ്, അവൻ എൻ്റെ മകനാണ്, ഞാൻ അവന് വേണ്ടി മരിച്ചു, അവനോട് ക്ഷമിക്കണമേ, അവൻ അറിയാതെ ചെയ്തു പോയതാണ്, അവനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നൊരു ഹല്ലേലൂയ പക്ഷപാതത്തിൻ്റെ ശബ്ദം ആ വലത്തു ഭാഗത്ത് മുഴങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഓർത്തോണം, ഓരോ ദിവസവും നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, യേശു കർത്താവ് നമുക്ക് വേണ്ടി കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ഒരു ദിവസം കൂടെ വെച്ചേക്കാം, കുറച്ച് നാളോടെ നോക്കാം, അവൻ്റെ ജീവിതത്തിന് ഫലം വരുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം എന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ വലതുഭാഗം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായി വീണ്ടും നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 16:19 വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പക്ഷപാതം എവിടെ നിന്നാണ് വരുന്നേ? ഈ പ്രമോദം എവിടെ നിന്നാണ് വരുന്നേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ഉയരത്തുള്ളത് ചിന്തിക്കുമ്പോൾ, ഉയരത്തുള്ളത് അന്വേഷിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് നാം അന്വേഷിക്കുന്നത്. കർത്താവേ, ഹല്ലേലൂയ, യേശുവിൻ്റെ സ്നേഹം പിന്നെയും മനസ്സിലാക്കുവാൻ, അവൻ്റെ ആഴങ്ങളിലേക്ക് പിന്നെയും ഇറങ്ങിച്ചെല്ലുവാൻ, അവൻ നമ്മൾക്ക് വേണ്ടി, ഹല്ലേലൂയ, യാഗമായി തീർന്നതെന്ന് ഓർക്കുവാൻ. ദൈവമക്കളെ, പലപ്പോഴും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ്, ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുവാനിടയായി തീർന്നു, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചപ്പോൾ അവൻ്റെ വേദന ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ എത്രമാത്രമായിരുന്നു എന്ന് വായിക്കുവാനിടയായി തീർന്നു. ഞാനത് വായിച്ചെൻ്റെ ഹൃദയം തകർന്നു പോയി. ഹല്ലേലൂയ. നമുക്കറിയാം, തന്നെ ക്രൂശിലേക്ക് കയറ്റി തൻ്റെ കാലിങ്ങനെ വളച്ചാണ് വെച്ചിരുന്നത്. ഇങ്ങനെ വളച്ച് നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? എത്ര നേരം നിൽക്കാൻ പറ്റും? നമ്മുടെ മസിൽ ക്രാമ്പിങ് ഉണ്ടായിട്ട് അതിവേദന. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഈ ക്രൂശിലേക്ക്, ഹല്ലേലൂയ, താൻ ഇത്രയും മണിക്കൂറുകൾ, ഹല്ലേലൂയ, വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ആ ക്രൂശിലിരുന്നു. ആ ക്രൂശിൻ്റെ ആണികളിൽ തൻ്റെ കാലിൻ്റെ ശക്തിയിൽ അമർന്നുകൊണ്ടൊരു ശ്വാസം എടുക്കുവാൻ ദൈവം മേളിലേക്ക്, യേശു കർത്താവ് മേളിലേക്ക് ഉയരുമ്പോൾ താൻ അനുഭവിക്കുന്ന വേദന. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഓരോ ദിവസവും ഇത് ചിന്തിക്കണം. കർത്താവ് ഓർക്കാൻ പറഞ്ഞൊരു കാര്യമാണിത്. ഓരോ ദിവസവും കർത്തൃമേശയിൽ വരുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും നാം ജീവിതത്തിൽ ഓർക്കണം. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനെ ഓർത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ക്ഷീണം വരുമ്പോൾ, ആത്മീയ ക്ഷീണം വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ ശരീരത്തിൽ ഓക്സിജൻ എടുക്കുവാൻ കഴിയാതെ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്, ഹല്ലേലൂയ, അതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രമാത്രം വേദന. ആ ഹൃദയം ലിറ്ററലി പൊട്ടിപ്പോകുന്ന അനുഭവം, ചിതറുന്ന അനുഭവം, ഹല്ലേലൂയ, ഉണ്ടാകുവാനിടയായി തീർന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അല്പമെങ്കിലും ഉദാസീനത ആത്മീയമായി കടന്നു വരുമ്പോൾ അവൻ്റെ ദൈവസന്നിധിയിലിരുന്ന് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചത് നാം ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. അതാണ് അതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയവനായ ദൈവത്തെ സേവിക്കുവാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവമിടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ട് കടന്നു പോയി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്തതായി
നമ്മുടെ പൗരത്വം അവിടെയാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായി ഞാൻ പറഞ്ഞു പോകുന്നു, നമ്മുടെ ഹല്ലേലൂയ നിക്ഷേപങ്ങൾ അവിടെയാണ് അല്ലേ. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെയാണ് നമ്മുടെ ഹൃദയവും ചിന്തയും ഒക്കെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്ത അവിടെ ഇരിക്കും. മത്തായി 6:20. ഹല്ലേലൂയ. അതിനുശേഷം ദൈവമക്കളെ, നാം ഈ ഹല്ലേലൂയ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ അന്വേഷണം ദൈവികമായ ഈ ഒരു ബന്ധത്തിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, എന്താണ് നമ്മുടെ ഈ ലോകത്തിൽ ഹല്ലേലൂയ കിട്ടുന്ന ചില ബെനിഫിറ്റുകൾ? ഹല്ലേലൂയ. ഒന്നാമതായി ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പുസ്തകം 7:55 ഒന്ന് വായിച്ചാട്ടെ. Praise the Lord. Hallelujah. Thank you, Jesus. അപ്പോസ്തല പ്രവൃത്തി 7:55. Praise the Lord. Hallelujah. ഈ ലോകത്തിൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന കല്ലുകൾ, ഹല്ലേലൂയ, അത് പരിഹാസത്തിൻ്റെ കല്ലുകളായിരിക്കാം, വേദനയുടെ കല്ലുകളായിരിക്കാം, രോഗത്തിൻ്റെ കല്ലുകളായിരിക്കാം. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഉയരത്തിലേക്ക് നോക്കും. ആ സമയത്ത് നാം കാണുന്നത് ഇരിക്കുന്ന യേശുവിനെ അല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, അന്നേരം സ്വർഗം തുറന്നിരിക്കുന്നത് നാം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കാ ഇത് കഴിയുന്നത്? ഓരോ ദിവസവും താൻ ഉയരത്തുള്ള അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക്, ഉയരത്തുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം അടഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. അവിടെ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. അവിടെ യേശു ക്രിസ്തു നിൽക്കുന്നത് നീ കാണും. നിന്നെ തകർത്ത് കളയുവാനല്ല. ഹല്ലേലൂയ. ചില കാഴ്ചകൾ കാണിക്കുവാനാണ്. പൗലോസ് കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ അവൻ 3-ാം സ്വർഗ്ഗം വരെ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്താ കാരണം? അവൻ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറയുവാൻ തക്കവണ്ണം പൗലോസ് ആത്മീയ നിലവാരം പ്രാപിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് നാം ജീവിക്കുമ്പോൾ നാളെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. നാളെ ഏത് പ്രശ്നത്തിൽ കൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, നീ ദൈനംദിന ജീവിതത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ, ഉയരത്തിലുള്ള ചിന്തിക്കുന്നുവെങ്കിൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ സ്വർഗം തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. അവസാനമായി നാം വായിച്ച വാക്യത്തിൻ്റെ ഹല്ലേലൂയ അവസാന വാക്യം, 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉയരത്തുള്ളത് അന്വേഷിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ ഹല്ലേലൂയ നമുക്കറിയാം, കർത്താവ് പറഞ്ഞു അന്ത്യകാലം എങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നോഹയുടെ കാലം പോലെ. അവരെന്തുവാ ചെയ്തേ? നോഹയുടെ കാലത്ത് ജനങ്ങൾ തിന്നു കുടിച്ചു, കല്യാണം കഴിപ്പിച്ചു, കല്യാണത്തിന് കൊടുത്തും ജീവിച്ചു. അവർ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുക. അവർ ഉയരത്തിലോട്ട് നോക്കിയില്ല. അവർ വിചാരിച്ച് ഞങ്ങൾ ജഡം. കർത്താവിനെ, നിങ്ങൾ വെറും ജഡം, ഈ ലോകത്ത് മാത്രം ചിന്തിക്കുന്ന അവസ്ഥ. എന്നാൽ ദൈവമക്കളെ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവൻ അവൻ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ അധികം പറ്റുമാനം നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ നാം ഈ കർത്താവിനോടുള്ള ചേർന്നുള്ള വാസം, ഹല്ലേലൂയ അവനോട് കൂടെ വെളിപ്പെടുന്ന അതിനെക്കുറിച്ചുള്ള ആഴമായ അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവർക്കും അറിയാവുന്ന വാക്യം, മുട്ടോളമല്ല അരയോളമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ഉയരത്തിലേക്ക് പോകുന്നൊരവസ്ഥ. ഹല്ലേലൂയ. ആ ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് നാം നിറഞ്ഞു കഴിയുമ്പോൾ, ഒരു സമയമാകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്ന് കാല് പറഞ്ഞിട്ട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ഈ ലോകം ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അവനെ കാണാതെയായി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ഈ വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഒരു ഹല്ലേലൂയ, ഒരു ക്വിൻറ്റസെൻസ് ആയിട്ട് നമുക്ക് പറയാം, ഒരു എസൻസ് ആയിട്ട് നമുക്ക് പറയാം. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ. കേട്ട വചനത്തിന് ഭാഗം ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിന മരണം സംഭവിക്കുന്നുവോ എന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ഉയർപ്പിൻ്റെ അനുഭവം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുവാൻ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ ഇടപാടുകളിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തു എന്നുള്ളത് വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പാപത്തോട് ഞങ്ങൾ മരിച്ചവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം ഒരു മരിച്ച മനുഷ്യന് ഒരിക്കലും പ്രതികരണശേഷിയില്ല. അവനോട് എന്ത് ചെയ്താലും, അവനെ മുഷ്ടി ചുരുട്ടി കാണിച്ചാലും, എന്ത് ചെയ്താലും അതുപോലെ കിടക്കും. അതുപോലെ പാപത്തിൽ മരിച്ച നമ്മുടെ ജീവിതം, പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഞാൻ മരിച്ചവനാണ്, എനിക്ക് പ്രതികരിക്കുവാൻ പറ്റത്തില്ല, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് ഇറങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വലത്ത് ഭാഗത്തുള്ള പ്രമോദം നമുക്ക് പ്രമോദം തരുവാൻ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, ഹല്ലേലൂയ, അവൻ കാൽവറി ക്രൂശിൽ കയറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാം ആ യേശുവിനെ ഒന്ന് ധ്യാനിക്കാം അല്പനേരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻഗിരിയിൽ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ വൻഗിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം